ഗൈസ് ലൈഫിൽ ഒരു തവണയെങ്കിലും കോട കാണാൻ വേണ്ടി വരണം. ഹേ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപർണ ഹിയർ. അപ്പോൾ ഗായ്സ് ഇന്നൊരു ഞായറാഴ്ചയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് പൊന്മുടി പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത ടൈമിൽ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോഴും കുറച്ച് വെയിലൊക്കെ കണ്ടു തുടങ്ങി. ഇനി അവിടെ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. കുറേ നാളുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചതാണ് പൊന്മുടി പോയി കോട കാണണം എന്ന്. നടക്കുമെന്ന് അറിഞ്ഞില്ലെങ്കിലും പോയി നോക്കാം നമുക്ക്. എങ്ങനെയുണ്ട്, കൊള്ളാമോ? ഞാൻ മീഷോയിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുത്ത ഡ്രസ് ഗൈസ്. മഴ വരുന്നുണ്ട്. ഉച്ചയ്ക്കൊരു 12:30 കൂടിയാണ് നമ്മളെല്ലാവരും പൊന്മുടിയിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയത്. നമ്മൾ ഇറങ്ങിയ ടൈം തന്നെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ വെയിൽ കാണിച്ച് നമ്മളെ പേടിപ്പിച്ചെങ്കിലും ആ ഒരു 12:30 കൂടി നല്ല മഴ ഉണ്ടായിരുന്നു. പൊന്മുടിയിലേക്ക് പോകുമ്പോൾ വേറൊരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പോകുന്ന വഴിക്കുള്ളത് ഈ പച്ചപ്പും ഹരിതാപവും ഒക്കെയാണ്. ഒരുപക്ഷെ ഇതൊക്കെ കൊണ്ടാവാം നമ്മുടെ കേരളത്തിന് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് തന്നെ വിളിക്കുന്നത്. ഓരോ സ്ഥലങ്ങൾ കഴിയും തോറും അടുത്ത സ്ഥലങ്ങളിൽ കുറച്ചുകൂടി ഭംഗി കൂടുതലായിട്ടാണ് തോന്നിയത്. പിന്നെ വേറൊരു മെയിൻ കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് വിതുര കഴിയുമ്പോൾ തന്നെ കുറച്ചധികം റോഡുകളെല്ലാം മോശപ്പെട്ടാണ് കിടക്കുന്നത്. അപ്പോൾ എന്തായാലും ബൈക്കിൽ പറന്നു വന്നാൽ വീഴുന്നുള്ള കാര്യത്തിൽ 101% ഉറപ്പാണ്. 2-3 ദിവസമായിട്ട് നല്ല മഴ ആയതുകൊണ്ട് തന്നെ കല്ലാറ് നല്ലപോലെ ഒഴുകുന്നുണ്ടായിരുന്നു കരകവിഞ്ഞ്. പിന്നെ ഇതാ നമ്മൾ ഈ ഫോറസ്റ്റിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. അതിനുശേഷം അകത്ത് കയറിയതിന് ശേഷം 22 ഹെയർ പിൻസ് ഉണ്ടായിരുന്നു നമ്മൾ കറങ്ങി വരാനായിട്ട്. ആ ഒരു താഴെ എത്തിയപ്പോൾ തന്നെ നമുക്ക് ആ ഒരു കോടയും അതുപോലെ തണുപ്പും എല്ലാം നല്ലപോലെ ഫീൽ ചെയ്തു. അറ്റാക്കിൽ എനിക്ക് തൊണ്ടതിന് അഴിച്ചു മാറ്റി പോവൂല. ബാ അങ്ങനെ കുറേ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമാണ് ഇതാ ഇന്നിവിടെ സാധിച്ചത്. പൊന്മുടിയിലൊന്ന് കോട കാണണമെന്ന് വീഡിയോസിലൊക്കെ കണ്ട് ആഗ്രഹം പറഞ്ഞിട്ടുണ്ടെങ്കിലും സാധിച്ചിരുന്നില്ല. പക്ഷേ ഇന്നിതാ ഇപ്പോൾ അതും നടന്നു. ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. കാരണം എന്ത് രസമല്ല ഇത് കണ്ടുപിടിക്കാൻ. അങ്ങനെ ഇത് 6 മണി ആയപ്പോൾ തന്നെ നമ്മളെല്ലാവരും പുറത്തോട്ടിനി. പിന്നെ പുറത്തിറങ്ങിയതിന് ശേഷം കണ്ട കാഴ്ചയെന്ന് പറഞ്ഞാൽ മിക്ക വണ്ടികൾക്കും സ്റ്റാർട്ടിങ് ട്രബിളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ഇത്രയും റൗണ്ട് കയറിയത് കൊണ്ടായിരിക്കാം. അങ്ങനെ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ള ഗൈസ്. അങ്ങനെ ഞങ്ങളെല്ലാവരും വീട്ടിൽ പോയി.